ഹലോ എവരിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാണാത്തവർ എത്രയും വേഗം കാണുക. ഇനി നമ്മൾ നോക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പം മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവയിലും മുഴുവനായിട്ടും, അതുപോലെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവയുടെ കുറച്ച് ഭാഗത്തുമായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തരമഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരമഹാസമതലത്തിനും അതുപോലെ തന്നെ നമ്മുടെ തീരസമതലത്തിനും, ഈ കാണുന്ന തീരസമതലത്തിനും ഇടയിലായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും അതുപോലെ തന്നെ പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഏറ്റവും വലുത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉറപ്പേറിയ ശിലകളാലാണ് ഇത് നിർമ്മിതം. കാരണം ലാവ തണുത്തുറഞ്ഞാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ലാവ തണുത്തുറയാൻ എടുക്കുന്നത് ഒരുപാട് സമയമെടുത്താണ് ലാവ തണുത്തുറയുന്നത്. അതുകൊണ്ട് തന്നെ ശിലകൾക്ക് വളരെയധികം ഉറപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഉറപ്പേറിയ ശിലകളാലാണ് ഉപദ്വീപീയ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ വിസ്തൃതി എത്രയാണ്? ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ സവിശേഷതകളാണ് പർവ്വതങ്ങൾ, അതുപോലെ തന്നെ പീഠഭൂമികൾ, താഴ്വരകൾ എല്ലാം കാണപ്പെടുന്നുണ്ട്. ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ഏത്? ആനമുടി എന്ന് പറയുന്നത്. 2695 മീറ്റേഴ്സ് ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ആനമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയെ അറിയപ്പെടുന്ന പേരാണെന്ത്? ധാതുക്കളുടെ കലവറ എന്ന്. അപ്പൊ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. കാലികമായി മാത്രം മഴ ലഭിക്കുന്നിടത്ത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ കാലികമായിട്ട് മാത്രം മഴ കിട്ടുന്നിടത്ത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഉണ്ടാവുക. അവിടെയുള്ള മരങ്ങളാണ് ഇതൊക്കെ? തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ. എന്നാൽ മഴ ധാരാളമായി ലഭിക്കുന്നിടത്ത് ഉഷ്ണമേഖല മഴക്കാടുകളാണ് കാണപ്പെടുന്നത്. നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലൊക്കെ ഉഷ്ണമേഖല മഴക്കാടുകളാണ് കാണപ്പെടുന്നത്. ഇനി പ്രധാന പർവ്വത നിരകളാണ് ഏതൊക്കെ? ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ. ഒരു ഫിഗറിൽ കാണാം. ആരവല്ലി, ഈ കാണുന്നതാണ് ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, അതുപോലെ തന്നെ പൂർവഘട്ടം. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഇനി ഓരോ പർവ്വതനിരയെ പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം ആണ് ആരവല്ലി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം എന്ന് ചോദിച്ചാലും ആരവല്ലി തന്നെയാണ്. ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര എന്ന് ചോദിച്ചാലും ആരവല്ലി തന്നെയാണ് ഉത്തരം. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വിഭജിക്കുന്നതാണ് വിന്ധ്യാനിര എന്ന് പറയുന്നത്. നമ്മൾ ഫിഗർ കണ്ടു. അതിന്റെ ഈ വിന്ധ്യയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വിഭജിക്കുന്നത്. വിന്ധ്യ പർവ്വതം. വിന്ധ്യാനിരയ്ക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലാണ് നർമ്മദ എന്ന് പറയുന്ന നദി എന്ന് പറയുന്നത്. നർമ്മദ കഴിഞ്ഞ് സത്പുര കഴിഞ്ഞ് താപ്തി താഴെയാണ്. അപ്പൊ നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലാണ് സത്പുര എന്ന് പറയുന്ന പർവ്വതനിര ഉള്ളത്. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ധൂപ്ഗഡ്. ഇനി പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. എത്ര ദൂരമാണുള്ളത്? 1600 കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഗുജറാത്തിലെ താപ്തി നദി ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയിരുന്നു. ആ താപ്തി നദി മുതൽ നമ്മുടെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. 1600ഓളം കിലോമീറ്റേഴ്സ് നീളത്തിലാണ് പശ്ചിമഘട്ടം കിടക്കുന്നത്. ഈ ശരാശരി വീതി എത്രയാണ്? 100 കിലോമീറ്റർ ആണ് ശരാശരി വീതി എന്ന് പറയുന്നത്. ശരാശരി ഉയരം 1200 മീറ്റേഴ്സ് ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിര് നമ്മുടെ വെസ്റ്റേൺ സൈഡിൽ കാണുന്നു. ഉപദ്വീപീയ പീഠഭൂമി ഇതാണെങ്കിൽ അതിന്റെ പടിഞ്ഞാറേ അതിരാണ് ഏത്? പശ്ചിമഘട്ടം എന്ന് പറയുന്നത്.
കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, ഗോവ, കേരളം, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്. അപ്പം ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. അപ്പൊ ഡെക്കാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി തന്നെയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നമുക്ക് പറയാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012. യുനെസ്കോ എത്ര കേന്ദ്രങ്ങളെയാണ് തിരഞ്ഞെടുത്തത്? 39 കേന്ദ്രങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ 20 എണ്ണവും കേരളത്തിൽ നിന്നാണ് ഉള്ളത്. കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പശ്ചിമഘട്ടത്തെ സഹ്യപർവ്വതം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. 2009 നിയമിക്കുന്നത്. ഇദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് 2011. 2011 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. എന്നാൽ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കമ്മിറ്റികളും ഓർത്തു വെച്ചിരിക്കുക. ഇനി പൂർവ്വഘട്ടം. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കേ അതിര്. ഉപദ്വീപീയ പീഠഭൂമിയാണെങ്കിൽ ഇതിന്റെ കിഴക്കേ അതിരാണ് ഏതെന്ന് പറയുന്നത്? പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായാണ് കാണപ്പെടുന്നത്. ശരാശരി ഉയരം എത്രയാണ്? 600 മീറ്റർ ആണ് ശരാശരി ഉയരം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ജിന്ദാഘട്ട് എന്ന് പറയുന്നത്. ജിന്ദാഘട്ടം. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് നിരയാണ്? നീലഗിരി കുന്നുകളാണ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? നീലഗിരി കുന്നുകളാണ്. നീലഗിരി കുന്നുകളുടെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദൊഡ്ഡ ബേട്ട എന്ന് പറയുന്നത്. നീലഗിരിയുടെ റാണി ആരാണ്? ഊട്ടിയാണ് നീലഗിരിയുടെ റാണി. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ പറ്റി നോക്കാം. ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. അപ്പം ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഡെക്കാൻ പീഠഭൂമിയിൽ കറുത്ത മണ്ണാണ് കാണപ്പെടുന്നത്. കറുത്ത മണ്ണ് ഏത് കൃഷിക്കാണ് അനുയോജ്യം? പരുത്തി കൃഷിക്കാണ് ഇത് അനുയോജ്യം. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് കറുത്ത പരുത്തി മണ്ണ് അഥവാ റിഗർ സോയിൽ എന്ന് പറയും. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായി കാണുന്നുണ്ട്. ചെമ്മണ്ണിന്റെ ഫലപുഷ്ടി താരതമ്യേന കുറവാണ്. ഇതിന് ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഇരുമ്പിന്റെ അംശമാണ് ചുവപ്പ് നിറത്തിന് കാരണം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇതിലും ചുവപ്പ് നിറം ഉണ്ട്. അപ്പൊ ഈ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പിന്റെ അംശം തന്നെയാണ്. അപ്പം ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന 3 മണ്ണുകളാണ് ഏതൊക്കെ? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, അതുപോലെ തന്നെ ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് എന്നിവ. അനേകം നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ നദികളെ എന്തെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്? ഉപദ്വീപീയ നദികൾ എന്നാണ് വിളിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതിനാണ്? ഗോദാവരിക്കാണ് ഏറ്റവും കൂടുതൽ നീളം എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടം ഉപദ്വീപീയ നദികളുടെ ഒരു പ്രത്യേകതയാണ്. കർണാടകയിലെ ശരാവതി നദിയിലുള്ള ജോഗ് ഫാൾസ് 225 മീറ്റർ നീളമുള്ള അതാണ് ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം? ജോഗ് ഫാൾസ് ആണ് ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള കാർഷിക വിളകളാണ് ഏതൊക്കെ? പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവ. അപ്പൊ ഏതൊക്കെയാണ്? പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിളകൾ. ഇരുമ്പയിര്, കൽക്കരി കേട്ടോ. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല് എന്നിവയും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. ധാതുക്കളുടെ കലവറ എന്നാണല്ലോ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെ വിളിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ധാതുക്കളെല്ലാം നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. നമ്മളിവിടുത്തെ എന്തൊക്കെയാണ് തൊഴിൽ മേഖല? നമുക്ക് പറയാം കൃഷി, ഖനനം, അതുപോലെ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖല എന്ന് പറയുന്നത്.
നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ 3ആയിട്ടാണ് പൊതുവെ വിഭജിക്കാനായിട്ട് പറ്റുന്നത്. ഡിവിഷൻ എന്നല്ല, 3ആയിട്ട് നമുക്ക് പറയാം. ഡെക്കാൻ പീഠഭൂമി, മധ്യമേടുകൾ, വടക്ക് കിഴക്കൻ പീഠഭൂമി. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ കാണുന്ന ഈ ട്രയാങ്കിൾ ആകൃതിയിലുള്ളതാണ് ഡെക്കാൻ പീഠഭൂമി. ഈ കാണുന്ന പ്രദേശമാണ് മധ്യമേടുകൾ എന്ന് പറയുന്നത്. ഇവിടെയുള്ളതാണ് ഏതെന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ പീഠഭൂമി എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിനെ നോക്കാം. ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയിലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ ഉപദ്വീപീയ പീഠഭൂമി എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഏത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അറിയാലോ. ഈ ഭാഗത്ത് കാണുന്നത് പശ്ചിമഘട്ടമാണ്, ഇവിടെ കാണുന്നത് പൂർവ്വഘട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. അതുപോലെ ത്രികോണ ആകൃതിയിലാണിത് ഈ കാണപ്പെടുന്നത്. നർമ്മദ നദിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നർമ്മദ എന്ന് പറയുന്നത് വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലായിട്ടാണ് നർമ്മദ ഒഴുകുന്നത്. അപ്പം നർമ്മദയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഏത് കാണുന്നത് ഡെക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ് കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖല അറിയപ്പെടുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? പൂനെയാണ് ഡെക്കാന്റെ രാജ്ഞി, അഥവാ ഡെക്കാന്റെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നത് പൂനെയാണ്. ഇനി മധ്യമേടുകൾ എന്താണ്? നർമ്മദാ നദിക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയാം. അല്ലെങ്കിൽ വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമി എന്നും നമുക്ക് പറയാം. അപ്പം നർമ്മദാ നദിക്കോ വിന്ധ്യ സത്പുര മലനിരകൾക്കോ വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളെ എല്ലാം കൂടിയാണ് നമ്മൾ മധ്യമേടുകൾ എന്ന് വിളിക്കുന്നത്. മധ്യമേടുകളിൽ കാണപ്പെടുന്ന പ്രധാന പീഠഭൂമികളാണ് ഏതൊക്കെ? മാൾവ, അതുപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ. മാൾവ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം ചെമ്മണ്ണാണ്. മാൾവയിലും അതുപോലെ ഛോട്ടാ നാഗ്പൂരിലെയും പ്രധാന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മണ്ണാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഇത് പരേഷ്നാഥ് കുന്നുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ ഛോട്ടാ നാഗ്പൂർ ആണ്. ഇന്ത്യയിലെ ധാതു നിക്ഷേപ കലവറ അല്ലെങ്കിൽ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂരും, ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എഴുതേണ്ടത്. ഭൂവിഭാഗത്തിൽ ഉള്ളത് ഉപദ്വീപീയ പീഠഭൂമിയും, എന്നാൽ പീഠഭൂമി ഏതെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഛോട്ടാ നാഗ്പൂരുമാണ്. ഓക്കെ. വടക്ക് കിഴക്കൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമികളുടെ കിഴക്കു ഭാഗത്തായാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഫിഗർ കണ്ടു. അതുകൊണ്ട് ഈ ഒരു കിഴക്ക് ഭാഗത്തായിട്ടാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.